ഒരുപാട് ആളുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഷിംജിതയെ പിടിച്ചു എന്നുള്ള വാക്ക്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സ്ത്രീ അല്ലെങ്കിൽ കേവലം ഒരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുമ്പോൾ ഒരു കുടുംബത്തെ അല്ല ഒരു സമൂഹത്തെ അല്ല, ഒരു രാജ്യത്തെ അല്ല, ഒരു ലോകം മുഴുവനും അനുഭവിക്കുന്ന ആ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ എല്ലാവരും ഷോക്കാവും. കാരണം അവൾ ചെയ്തത് അവൾ ഒരു റീച്ചിന് വേണ്ടിയിട്ട് മാത്രം. പക്ഷേ ഇവിടെ ഒരു സത്യം എന്തെന്നറിയാതെ ഒരു മനുഷ്യൻ അതിൽ കുരുതി കൊടുത്തു പോയി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. ഷിംജിതയെ പിടിച്ചു എന്നുള്ള ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു തമ്പനയിൽ കൊടുത്തപ്പോൾ ആ ന്യൂസ് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ തലമുറയിൽ എല്ലാ സ്ത്രീകളെയും നമുക്ക് പറയാൻ പറ്റില്ല. ചില സ്ത്രീകളൊക്കെ ഇപ്പോൾ അവരൊക്കെ എന്ത് കാണിച്ചിട്ടെങ്കിലും റീച്ച് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അത് മറ്റൊരു മനുഷ്യൻ്റെ ജീവനെ അത് അപകീർത്തിപ്പെടുത്തുമോ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന് എന്ത് സംഭവിക്കുമോ, ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. പൊതുവെ എല്ലാ സ്ത്രീകളിലും ഇങ്ങനെ ഉണ്ട് എന്നും പറയില്ല. ചില സ്ത്രീകളുള്ള ഒരു പ്രത്യേക സ്വഭാവമാണിത്. കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രം നേടിയെടുത്താൽ മതി, മറ്റുള്ളവർക്ക് എന്തായാലും അവർക്കൊരു കുഴപ്പമില്ല. അങ്ങനത്തെ സ്ത്രീകൾ ഈ ലോകത്തുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാണ്. കാരണം നിങ്ങൾ മുന്നത്തെ ദിവസം അറിയുന്നതായിരിക്കും, ദീപക് എന്ന് പറയുന്ന ആ ഒരു സഹോദരന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. ആ മരിച്ച, അതായത് വെള്ളിയാഴ്ച ദീപകിൻ്റെ ബർത്ത്ഡേയും വെള്ളിയാഴ്ച രാത്രി ദീപക് ആത്മഹത്യയും ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു മനുഷ്യന് എത്ര സന്തോഷത്തോടെയാണ് ആ സ്വന്തം ജന്മദിനത്തിൽ എത്ര സന്തോഷിച്ച് നിൽക്കേണ്ട ദിവസം ദുഃഖിതനായിക്കൊണ്ട് ചെയ്യാത്ത, കാരണം യഥാർത്ഥത്തിൽ അത്രമാത്രം അപമാനം ആ മനുഷ്യനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഒരു അഭിമാനിയായിരുന്നു ആ മനുഷ്യന്. അത്രയ്ക്കും അഭിമാനിയായൊരു മനുഷ്യനെ ഒരിക്കലും ഇത്തരം ഒരു ദുർവൃത്തി ചെയ്യൂല. കാരണം അവിടെ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും പലരും. ഇന്ന് എല്ലാ ചാനലും എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷിംജിത അവൾ എടുക്കുന്ന ആ വീഡിയോസ് തന്നെയാണ്. അവൾ ആ വീഡിയോ എടുക്കുന്ന രംഗം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ആ മനുഷ്യനെ ഉൾപ്പെടുത്തിക്കൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ പലപ്പോഴും തിക്കും തിരക്കും സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അറിയാതെ ടച്ച് ചെയ്യുന്നു പോകുന്ന വിഷയങ്ങളുണ്ടാവും. ആരും കരുതി കൂട്ടി ചെയ്യുന്നതല്ല. പക്ഷേ അത്തരത്തിൽ മാത്രം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചില മനുഷ്യരും ഉണ്ട്. പക്ഷേ നമ്മളില്ല എന്ന് പറയില്ല. പക്ഷേ ചില മനുഷ്യരെ, നമ്മൾ എല്ലാ മനുഷ്യരെയും അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കാണ് ഇവിടെ നഷ്ടം ഉണ്ടായത്? ആ കുടുംബത്തിന്, ആ ദീപകിൻ്റെ കുടുംബം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ അച്ഛന്, അമ്മ, ഇവൾക്ക് എന്ത് കിട്ടി? ഇവൾക്കൊരു വൈറലായിരുന്നു. കാരണം വൈറലാവാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുക എന്നുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൈറലാവുക, എനിക്ക് വൈറലാവണം, എൻ്റെ വീഡിയോസ് ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യണം, അതിനി എന്ത് തന്നെ ഏതായാലും. ചിലർ അത് ഒരുപാട് നല്ല കാര്യങ്ങളായിട്ട് അത് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ എന്ത് കിട്ടുന്നതും വൈറലാക്കുക എന്നാണ്. സത്യം പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷിംജിത ഈ ഒരു സ്ത്രീ, ഈ പേരെന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ആ സ്ത്രീ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം ഒരു വൈറലാവുക എന്നുള്ള ചിന്താഗതി മാത്രം. യഥാർത്ഥത്തിൽ ഇവളൊരു സൈക്കോളജിസ്റ്റാണ് കേട്ടോ. ഒരു സൈക്കോളജിസ്റ്റിന് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ്. കാരണം ഒരു സൈക്കോളജിസ്റ്റിന് മനുഷ്യൻ്റെ കെമിസ്ട്രിയും ഇത്തരം സാഹചര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചില മനുഷ്യന് കപ്പാസിറ്റി ഇല്ലാത്ത ഇത്തരം കാര്യങ്ങളൊന്നും ക്യാപ്പബിലിറ്റി ഒരിക്കലും അഭിമാനബോധമുള്ള ഒരു മനുഷ്യൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് ആത്മഹത്യ ചെയ്യുന്ന യഥാർത്ഥത്തിലൊരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും ഈ ഷിംജിത ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയപ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കി ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ. ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു അവസാന ന്യൂസ് പ്രകാരം രാഹുൽ ഈശ്വരും പലരും ആളുകളും ഇതിനെതിരെ കേസ് സമർപ്പിച്ച സമയത്ത് ഇത് ഷിംജിത എന്ന് പറയുന്ന വ്യക്തിയെ
ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അവളിപ്പോൾ ദുബായിലേക്ക് കളഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇന്ന് ഈ ദീപകിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഏതൊരു മനസാക്ഷിയുള്ളവനും ഒരുപാട് സങ്കടപ്പെട്ടു പോകും. കാരണം ആ അമ്മ പറയുന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ മകന് പോയി, ഇതുപോലെ മറ്റൊരാൾക്കും വരരുത്. ആ അച്ഛന് പറയുന്ന വിഷമമുണ്ട്. ആകെ ഉണ്ടായിരുന്ന വീടിൻ്റെ അത്താണിയായിരുന്നു ഈ ദീപക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ഒരിക്കലും ചെയ്യാത്ത, കാരണം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് വീഡിയോ എടുക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ ഷിംജിത വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ ദീപക് ആ സമയത്ത് കാണുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ ആ മനുഷ്യനിത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നില്ല. ഇങ്ങനെ സംഭവിച്ച് പെട്ടെന്ന് രാത്രി എത്തിയ സമയത്ത് ഈ വീഡിയോയിൽ ഇത് കാണുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ വൈറലായിട്ട് അത് നോക്കുമ്പോൾ ഈ ദീപക് എന്ന് പറയുന്ന സുഹൃത്ത് പിന്നീട് സ്വന്തം സുഹൃത്തിന് ഫോൺ ചെയ്യാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താ ചെയ്യുക. ആ സമയത്ത് സുഹൃത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമുക്ക് രാവിലെ അതിന് എന്തെങ്കിലും ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഉറങ്ങി. എന്നിട്ട് ആ ഫ്രണ്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഫോൺ ഉറങ്ങി. കാരണം സ്വിച്ച് ഓഫ് ആക്കുന്നത് മറ്റൊന്നല്ല, ജോലിയൊക്കെ കഴിഞ്ഞ്, കാരണം പിറ്റേ ദിവസം പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നൊരു റെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴേ ഈ ദീപകിനെ സമാധാനിപ്പിച്ച സുഹൃത്ത് കാണുന്നത് ദീപക് ആത്മഹത്യ ചെയ്തു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പലപ്പോഴും നമ്മളെപ്പോഴും നമ്മളെ മനസ്സിലെന്തെങ്കിലും വിഷമം സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പറ്റാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുഹൃത്തിനോട് നിങ്ങൾ പറയണം. ഒരു പക്ഷേ ആ സുഹൃത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ സമയത്ത്, കാരണം ദീപക് എന്താ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപകിനോട് ഈ സുഹൃത്ത് പറഞ്ഞു, പിന്നെ രാവിലെ നമുക്കിതിന് എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ചെയ്യടാ, ഈ വിഷമാക്കണ്ട, ഈ അങ്ങനെ ചെയ്യൂല. പക്ഷേ ആ ഒരു നാട്ടിലും എവിടെ പോയി കഴിഞ്ഞാലും ദീപകിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ലൊരു മനുഷ്യന് ഇല്ല എന്നാണ് കേട്ടോ. കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കാത്ത, ഒരിക്കലും അത്രയ്ക്ക് പരിശുദ്ധനായ ശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ദീപകിൻ്റെ ജീവിതത്തിൽ ഡൈവേഴ്സോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതേ തെറ്റാണ്. ഏതായാലും ദീപകിനെ സംബന്ധിച്ചിടത്തോളം, ആ മനുഷ്യൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചു. ആ കുടുംബത്തിന് ഒരു അത്താണി ഇല്ലാതായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സാഹചര്യം, പല സ്ത്രീകളും പല മനുഷ്യരും പല വിധത്തിലും നമ്മോട് പെരുമാറും. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് അനുഭവിക്കുമ്പോൾ നമ്മളൊരിക്കലും എടുത്തു ചാടിയിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യുകയോ അങ്ങനെ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മളെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനോട് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ ആ സമയത്ത് ആ സുഹൃത്ത്, നമുക്ക് ഒരു ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ സുഹൃത്തിന് നമ്മൾ എപ്പോഴും ഇത്തരം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചൊരു സുഹൃത്തിനെയും നിങ്ങൾ ക്രൂശിക്കരുത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മതങ്ങളിലും പറയുന്നത് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉറപ്പിച്ച് തീരുമാനമെടുക്കരുത് എന്ന്. യഥാർത്ഥത്തിൽ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചെയ്തത് എന്താ അറിയോ? ഇത്തരം ഒരു സാഹചര്യത്തിൽ ഷിംജിത ചെയ്യേണ്ടത് അത് നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ്. അല്ലാതെ അതിന് വീഡിയോ എടുത്തിട്ട് അത് സമൂഹത്തിന് വിട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നിയമപരമായിട്ടും മോറൽ ബേസുമായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ഷിംജിത ഏറ്റവും വലിയ തെറ്റാണ്. ഷിംജിതയെ പിടിച്ചു എന്നുള്ള ഒരു ന്യൂസ് കേൾക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏതൊരാളും ആഗ്രഹിച്ചു പോകും ഷിംജിതയെ പിടിച്ചു എന്നുള്ള ന്യൂസ്. കാരണം ഇത്രയ്ക്കും വലിയ ഒരു കാപാലിക എന്ന് തന്നെ പറയാം. കാരണം ഒരു മനുഷ്യനെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് അവൾ എന്തോ ഉണ്ടാക്കുകയാണെന്നാണ് പറയേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കേവലം ലാഭത്തിന് വേണ്ടിയിട്ട്, ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട്, ചെറിയ വൈറലിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന പല മനുഷ്യരുടെയും ജീവിതങ്ങൾ ഇതുപോലെ ഇപ്പോൾ ദീപകിൻ്റെ സാഹചര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞു. ഇങ്ങനെ എത്ര മനുഷ്യരെ അറിയാതെ പോയിട്ടുണ്ടാവും. ഇതേപോലെ ചില സ്ത്രീകൾക്കും അനുഭവം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. പക്ഷേ എല്ലാവരെയും നമ്മൾ അതുപോലെ കണക്ക് കൂട്ടരുത്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.